സെയിൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ തന്നെ അതിമനോഹരമായ ഒരു പകലിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. രാവിലത്തെ കാലിച്ചായ എല്ലാവരെ പോലെ തന്നെ എനിക്കും അതൊരു ഭയങ്കര ഒരു ത്രില്ലാണ് കേട്ടോ. ബെഡ്റൂം ക്ലീനിങ്ങും അതുപോലെ നമ്മുടെ സിറ്റിംഗ് ഏരിയ ഒക്കെ നേരത്തെ തന്നെ ക്ലീൻ ചെയ്ത് കഴിയും. ഡൈനിങ് ഹാളിൻ്റെ ഒരു അറ്റത്തായിട്ടാണ് നമ്മൾ സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ഭാഗത്തെ കർട്ടനിലൂടെ നന്നായി പ്രകാശം അകത്തേക്ക് അരിച്ചു കയറുന്നുണ്ട്. ഇൻഡോർ പ്ലാന്റുകളൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം കേട്ടോ കിച്ചണിലേക്കുള്ള പോക്ക്. മുമ്പ് കുഞ്ഞു കിച്ചണായിരുന്നു. ഇപ്പോൾ നമ്മൾ കിച്ചണൊക്കെ വലിയതാക്കിയിട്ടുണ്ട്. അവിടുത്തെ വർക്കൊന്നും ഇതുവരെ തീർന്നിട്ടില്ല. കിച്ചണിലെ വർക്ക് ഇനിയും ബാക്കി കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വർക്കൊക്കെ കഴിഞ്ഞ് വിശദമായിട്ടൊരു കിച്ചൺ ടൂർ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമ്മൾ രാവിലത്തെ നന ഒഴിവാക്കിയിട്ട് വൈകുന്നേരമാണ് ചെടികൾ നനക്കാനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ചൂട് വീണ്ടും തുടങ്ങി. ഇനി നമ്മുടെ ചെടികളുടെയൊക്കെ ശ്രദ്ധ ഒന്നുകൂടി അധികരിപ്പിക്കേണ്ട സമയമായി. വെള്ളം കിട്ടിയില്ലെങ്കിൽ ഇവരൊക്കെ വാടി ആകെ ക്ഷീണിച്ചു പോകും. അഗ്ലോണിമ ചെടികളും ഫെലഡൻഡ്രോൺ വർഗത്തിൽപ്പെട്ട ചെടികളൊക്കെ ഈ ഒരു ഏരിയയിലാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. മൂൺഷൈൻ പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഇതിൻ്റെ കളറ് നല്ല ലെമൺ കളറാണ്. ഇതിന് നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ അഗ്ലോണിമ പട്ടാളം എന്നാണ് ഞാൻ ഇതിനെ വിളിക്കാറുള്ളത്. ഇതിൻ്റെ ലീഫുകൾ അതുപോലെയുള്ളൊരു രീതിയാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ തളിരിലകൾക്കും അതുപോലെ അതിൻ്റെ ഒരു രൂപകൽപ്പനയൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. ഈ ഭാഗം ഫുള്ളായിട്ട് നമ്മൾ ഗ്രീൻ വെറൈറ്റീസ് മാത്രമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതും വലിയ പോട്ടുകളിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തൈകൾ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. വരാന്തയിൽ നമ്മൾ ഇൻഡോറായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള ചെടികൾക്കൊക്കെ ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളത്. അതും അതിൻ്റെ സോയിൽ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് വെള്ളം ചേർത്ത് കൊടുക്കാറുള്ളത്. കിച്ചണിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ തിരക്കുകൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും ഗാർഡനിലേക്ക് തന്നെയാണ് പോകാനുള്ളത്. ഈ സമയത്ത് നമ്മുടെ കിച്ചണിൽ നാച്ചുറൽ വെളിച്ചമാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ആ ഒരു രീതിയിൽ നമുക്ക് കുക്ക് ചെയ്യാൻ തന്നെ നല്ലൊരു ഇൻട്രസ്റ്റ് ആണ്. ഇന്ന് കുട്ടൂനെ നമ്മൾ കുറച്ചു നേരം മുറ്റത്ത് വിട്ടിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ജാടയാണ് ആൾക്ക്. കുട്ടു മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ്. ചെടികളുടെയും മുറ്റത്തിൻ്റെ അരികിലൂടെയൊക്കെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള അവൻ്റെ ആ ഒരു നടത്തം അത് വല്ലാത്തൊരു സൗന്ദര്യം തന്നെയാണ് കേട്ടോ. ഇത് സാധാരണ ആന്തൂറിയാണ്. നല്ല പിങ്ക് കളറാണ് ഇതിന്. യെല്ലോ ഫെഡക്സും ഒക്കെ ആയിട്ട് ഏത് സമയത്തും ഇതിൽ ഫ്ലവർ ഉണ്ടാവും. ഞാൻ ചട്ടിയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതും നല്ല ഉറച്ച മണ്ണിലാണ് നട്ടിട്ടുള്ളത്. പിന്നെ വെയിലിൽ വെട്ടി തിളങ്ങി നിൽക്കുന്ന സുന്ദരിയാണ് നമ്മുടെ ഏഞ്ചൽ വിങ് ബിഗോണിയ. അതുപോലെ ഈ ഒരു പൂവ് ഇത് മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. മുറ്റത്ത് ഗ്രാസൊക്കെ മഴക്കാലത്ത് നല്ല ഭംഗിയോടെ വളർന്നിട്ടുണ്ടായിരുന്നു. ഇനി വേനൽക്കാലത്ത് ഇതൊക്കെ കണ്ടറിയുക തന്നെ വേണം. ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കാനുണ്ട്. ഇനിയിപ്പോൾ നടത്തൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ കിച്ചണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പാചകത്തിൻ്റെ തിരക്കിലാണ്. ഇന്ന് ചിക്കൻ കറിയും അതുപോലെ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ തിരക്കിലാണ്. പിന്നെ ഇന്ന് ഫിഷ് ബിരിയാണിയാണ് വെക്കുന്നത്. അതിൻ്റെതായ പണികളും ഒരു സൈഡിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മഴയുടെ കോലാഹലങ്ങളൊക്കെ നിന്ന് പുറത്ത് നല്ല വെയിൽ, നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട്. കാണാൻ തന്നെ നല്ലൊരു അന്തരീക്ഷമാണിപ്പോൾ. നല്ല പച്ചപ്പും നല്ല വെയിലും. ചൂട് കൂടുന്ന സമയത്ത് പഴുത്ത് കിടക്കുന്ന പാഷൻ ഫ്രൂട്ട് പൊട്ടിച്ച് ജ്യൂസ് ഉണ്ടാക്കുക, അത് കുടിക്കുക, ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഹോബി.
അതിനിടയിൽ നമ്മൾ സവോളയും തക്കാളിയൊക്കെ കൊണ്ടുവന്നത് നമ്മൾ അതിൻ്റെതായ ഭാഗത്തേക്ക് വെക്കുന്നുണ്ട്. ബിരിയാണിക്കുള്ള റൈസ് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ജോലികളൊക്കെ ഈ ഒരു തിരക്കിലാണ് നമ്മൾ ചെയ്യുക. ഒരു ഭാഗത്ത് ചിക്കൻ കറി തിളക്കുന്നതോടൊപ്പം തന്നെ മറുഭാഗത്ത് നമ്മൾ മൺചട്ടിയിൽ ബിരിയാണിയുടെ മസാല തയ്യാറാക്കുന്നുണ്ട്. നമ്മൾ വലിയ മൺചട്ടിയിലാണ് ബിരിയാണി വെക്കുന്നത്. ചില ദിവസം രാവിലത്തെ തിരക്കിനോടൊപ്പം തന്നെ ഉച്ചയിലേക്കുള്ള ഫുഡ് റെഡിയാക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പാക്കിങ്ങിൻ്റെ കാര്യത്തിനൊക്കെ ഒരു സുഖമാണ്. 2 മണിക്കൂർ എന്തായാലും നമുക്ക് ഓരോ ദിവസവും നമ്മുടെ ഓൺലൈൻ സെയിലിൻ്റെ പാക്കിങ്ങിൻ്റെ കാര്യത്തിനായിട്ട് ഉണ്ടാവും. തലേന്ന് രാത്രി നമ്മൾ പ്ലാസ്റ്റിക് ബാഗിലാക്കി പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്ത് വെക്കും. പകലാണ് നമ്മൾ കാർട്ടൂൺ ബോക്സിൽ അടക്കുന്നത്. ഫിഷ് ബിരിയാണിയാണ് നമ്മൾ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ഫിഷ് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവയൊന്നും ചേർക്കാതെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചെറുനാരങ്ങ നീര്, ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഫിഷ് നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. പച്ചമുളക്, ഇഞ്ചി, തക്കാളി ഇതൊക്കെ നമ്മളൊന്ന് ചോപ്പറിലിട്ടിട്ട് ചതക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ബിരിയാണിയിലേക്ക് നമ്മൾ തേങ്ങയും പച്ചമുളകും അതുപോലെ വിനാഗിരി, മല്ലിച്ചപ്പ്, വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ടിട്ട് തേങ്ങാ ചമ്മന്തിയും അരക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കിച്ചണിൽ നല്ല തിരക്കുള്ള സമയമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് നമ്മൾ രാവിലത്തെ തിരക്കുകൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആണല്ലോ. അങ്ങനെ ഫിഷ് ബിരിയാണിയും അതുപോലെ എല്ലാ കാര്യങ്ങളും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് നീറ്റാക്കി അടുക്കളയിട്ടു. ഇവിടെ ഫിഷ് ബിരിയാണി ആയാലും ചിക്കൻ ബിരിയാണി ആയാലും എന്തുണ്ടാക്കിയാലും അവർക്ക് വാഴയിലയിൽ കഴിക്കണം. അതൊരു നിർബന്ധമുള്ള കാര്യമാണ്. ഫുഡ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റെസ്റ്റാണ് കേട്ടോ. എന്ത് തന്നെ ആയാലും ഫുഡ് കഴിഞ്ഞിട്ട് നമുക്കൊരു റെസ്റ്റ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും വൈകുന്നേരം വീട്ടുമുറ്റത്ത് ഇറങ്ങി ഇന്ന് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയപ്പമൊക്കെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് വെളിച്ചെണ്ണയിലാണ് ഉണ്ണിയപ്പം ചുട്ടെടുക്കുന്നത്. നല്ലൊരു സ്മെല്ലാണ് നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ണിയപ്പം ചുട്ടെടുക്കുമ്പോൾ. അരിപ്പൊടിയും മൈദപ്പൊടിയും പിന്നെ തേങ്ങാക്കൊത്തും ഒക്കെ ചേർത്ത് നമ്മൾ മാവ് ഒരുക്കിയിട്ടുള്ളത്. ആദ്യം ശർക്കര പാവ് ഉണ്ടാക്കി അതിലാണ് നമ്മൾ ഈ അരിപ്പൊടിയും മൈദപ്പൊടിയും കലക്കി മാവ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ ചുട്ടെടുത്ത് വാഴയിലയിൽ ഇങ്ങനെ പൊരിച്ച് വെക്കാൻ വേണ്ടി റെഡിയാക്കുകയാണ്. ഫസ്റ്റ് ഉണ്ണിയപ്പം തന്നെ എടുക്കാൻ വേണ്ടി സെയിന് കാത്തിരിക്കുകയാണ് കേട്ടോ. ഇന്ന് മുറ്റത്തിരുന്നിട്ട് ചായ കഴിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും മുറ്റത്ത് റെഡി ആയിട്ടുണ്ട്. എന്നാൽ ഇനി നമ്മൾ ചായയൊക്കെ കുടിച്ച് പിന്നീട് കാണാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമോ എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറയാൻ മറന്നു. നിങ്ങൾക്ക് ഹെൽത്തി ആയ പ്ലാൻസ് ഓൺലൈനായിട്ട് അയച്ചു തരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാ പ്ലാന്റും അഗ്ലോണിമ, കലാത്തിയ, സിങ്കോണിയം, ആന്തൂറിയം, അഡീനിയം അതുപോലെ ഓർക്കിഡ് എല്ലാ ചെടികളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മുഖേന കോൺടാക്റ്റ് ചെയ്യുക. എല്ലാ പ്രിയമുള്ളവർക്കും നന്ദി, നമസ്കാരം.